സുരേഷ് കുമാർ, ഇതിപ്പോൾ ഈ നിങ്ങളുടെയും ഒരു പ്രധാനപ്പെട്ട പരാതിയായിരുന്നുവല്ലോ. CMRL എന്ന കമ്പനി അനധികൃതമായിട്ട് ഇൽമനൈറ്റ് സ്വന്തമാക്കുന്നു, അതിനുവേണ്ടിയാണ് ഈ കരിമണൽ ഖനനം തോട്ടപ്പള്ളി മേഖലയിൽ നടത്തിയത് എന്നുള്ളത്. തോട്ടപ്പള്ളി സ്പിൽവേക്ക് മുന്നിലുള്ള മണൽ വാരുന്നതിന് വേണ്ടിയുള്ള അനുവാദം കൊടുത്തത് അത് വളഞ്ഞ വഴിയായിരുന്നു. അവിടുന്ന് മണലെടുത്ത് പോകുന്ന ലോറി ഹൈവേയിൽ CMRLന്റെ വശത്തേക്ക് തിരിയുന്നു എന്ന് പോലുമുള്ള പരാതികൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കോടതി വിധി നോക്കുകയാണെങ്കിൽ CMRL അങ്ങനെ അനധികൃതമായ രീതിയിൽ, നിയമവിരുദ്ധമായ രീതിയിൽ ഒന്നും സ്വന്തമാക്കിയിട്ടില്ല. മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ആരോപണങ്ങൾ കോടതി തള്ളുകയാണ്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല, സംസ്ഥാന സർക്കാർ ഇടപെട്ടിട്ടില്ല, ആലപ്പുഴ ജില്ലാ കളക്ടർ ഇടപെട്ടിട്ടില്ല. ഈ കണ്ടെത്തലുകളാണ് കോടതി നടത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ഈ കരിമണൽ സംരക്ഷണ സമിതിയുടെ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ? സാറ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കരിമണൽ ഖനന വിരുദ്ധ ഏകോപന സമിതി ആന്റി കറപ്ഷൻ വിജിലൻസ് സെല്ലിൽ കോടതിയിൽ നമ്മൾ കേസ് കൊടുത്തതാണ്. ആ കേസ് തള്ളുകയുണ്ടായി മാർച്ചിൽ. അത് വലിയ വാർത്തയായിട്ടൊന്നും ചർച്ചയ്ക്ക് വന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ആന്റി കറപ്ഷൻ വിജിലൻസ് കോർട്ട് കോട്ടയത്തെ വിധിയും ഇപ്പോ തിരുവനന്തപുരം വിജിലൻസ് കോർട്ടിന്റെ വിധിയും നിയമവിദഗ്ധരൊന്നും പഠിക്കേണ്ടതാണ്. അപ്പോ ഞങ്ങള് ഇപ്പൊ വന്ന വിധിന്യായത്തില് ഈ പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങള് ഈ കർത്തയ്ക്കെതിരെയും അതേപോലെ തന്നെ KMML അല്ലെ CMRL ആ കമ്പനിക്കെതിരെ ഒന്നും പ്രതി പട്ടിക ചേർത്തിട്ടില്ല. ഞങ്ങൾ 7 പേര് പ്രതി പട്ടികയിൽ ചേർത്തത് ഈ CMRL കമ്പനിയും ശശിധരൻ കർത്തയും അദ്ദേഹത്തിന്റെ ഫിനാൻസ് ഓഫീസർ സുരേഷ് കുമാറിനെയും കൂടെ ചേർത്തിട്ടാണ് ഞങ്ങൾ അവിടെ കൊടുത്തത്. ഞങ്ങളുടെ കേസ് തള്ളിയപ്പോ കോട്ടയം വിജിലൻസ് കോടതി ഞങ്ങളുടെ കേസ് തള്ളിയപ്പോൾ അവിടെ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വന്നിട്ട് ഇത് വാദിച്ചിട്ട് നമ്മുടെ കേസ് തള്ളുകയാണ് ചെയ്തത്. അപ്പൊ തള്ളിയപ്പോൾ വിധിന്യായത്തിൽ പറഞ്ഞത് ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി ഈ തള്ളിയ കേസാണ്, ഹൈക്കോടതിയിൽ കയറി തള്ളിയ കേസിൽ ഇതിനകത്ത് ഒരു അടിസ്ഥാനമില്ല, ഈ കേസ് അതുകൊണ്ട് തള്ളുന്നു എന്ന് പറഞ്ഞാണ് തള്ളിയത്. ഹൈക്കോടതി ഞങ്ങൾ ഇവിടെ പറഞ്ഞത് ഇതിന്റെ പരിസ്ഥിതി ആഘാത പ്രശ്നങ്ങളാണ് പറഞ്ഞത്, അല്ലാതെ ഈ അഴിമതി പറഞ്ഞില്ല. ഞങ്ങൾ അന്ന് ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ ഈ അഴിമതി ആരോപണങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റിയിരുന്നില്ല. അതിനുശേഷം ഇത് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ അഴിമതി ആരോപണങ്ങളാണ് ഇത് സംബന്ധിച്ച് ഈ കോടതിയിൽ പറഞ്ഞത്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ നമ്മുടെ ഒരു കേസ് ഈ വരുന്ന 14-ാം തീയതി കേസ് വരികയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ നമ്മുടെ നിയമ വ്യവസ്ഥകളിൽ നിന്ന് നമുക്ക് നീതി കിട്ടേണ്ട പല സ്ഥലങ്ങളിലും നീതി കിട്ടാതെ പോകുന്ന ഒരു അവസ്ഥ സംജാതമാകുന്നുണ്ട്. പക്ഷേ ഇത് കോടതി പറയുന്നത് ഫാക്ട്സ് ഇല്ല എന്നുള്ളതാണ്. അതിന് ഉപോത്ബലകമായ രേഖകൾ നൽകുവാൻ കഴിഞ്ഞില്ല എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു വിജിലൻസ് അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. നമ്മുടെ രേഖകളല്ലേ കൊടുക്കുന്നത് സാർ. ഈ രേഖകൾ കണ്ടെത്തേണ്ട വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അവര് പരാതി ഏറ്റെടുത്തിട്ട് അവരല്ലേ രേഖകൾ സംഘടിപ്പിക്കണ്ടേ. ഇപ്പൊ നമ്മള് ഇതിനു വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് പല ഏജൻസികളും ഉണ്ടല്ലോ. നമ്മൾ ഇത് സംബന്ധിച്ച് CBI എൻക്വയറി വേണം, ഇത് സംബന്ധിച്ച് വിജിലൻസ് പോലീസുകാർ ഇപ്പം വിജിലൻസ് പോലീസ് ആലപ്പുഴയിൽ നമ്മൾ കൊടുത്തപ്പോൾ അവര് പറഞ്ഞത് ഞങ്ങൾക്കൊരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റത്തില്ല, ഞങ്ങൾ ഡയറക്ടർ തീരുമാനിക്കണം. അപ്പം ഡയറക്ടർക്ക് ഞങ്ങൾ പരാതി കൊടുത്തു. പക്ഷെ അവരന്വേഷിക്കാതെ വന്നപ്പോഴാണ് കോടതിയുടെ അടുത്ത് പോകുന്നത്. കോടതിയുടെ അടുത്ത് പോകുമ്പോൾ കോടതിയും ഇത് തള്ളിക്കളയുമ്പോൾ അതിന്റെ അപ്പർ കോർട്ടിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് നടന്ന ഇപ്പൊ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഈ മണൽ ഘടന ഇവിടെ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോ ഈ മണൽ എടുക്കാൻ വേണ്ടി ഈ IRELും KMMLും കമ്പനികൾ ഇവിടെ സർവേ നടത്തുകയാണ്, അതിന്റെ സ്കെച്ചും പ്ലാനും ഒക്കെ തയ്യാറാക്കുകയാണ്. അപ്പൊ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇനിയും ഇത് എടുത്തിട്ട് ഇതിന്റെ ആത്യന്തിക ഗുണം കിട്ടുന്നത് CMRL തന്നെയാണ്. 135 കോടി രൂപ കൊടുത്തത് എന്തിനെന്ന് ചോദിച്ചപ്പോ ഈ CMRLന്റെ ഫിനാൻസ് ഓഫീസർ കൃത്യമായ മറുപടിയാണല്ലോ പറഞ്ഞത്. ഞങ്ങൾക്ക് പൊതുമേഖലാ സ്ഥാപനം വഴി ഇൽമനൈറ്റ് തരുന്നത് കൊണ്ടാണ് ഈ പണം കൊടുക്കുന്നത് എന്നാണല്ലോ അവർ വ്യക്തമായി പറഞ്ഞത്. ഇപ്പൊ ഇവിടെ KMML എന്ന് പറയുന്ന കമ്പനിയാണ് ഇവരുമായിട്ട് എഗ്രിമെന്റ് ഒപ്പിട്ടിരിക്കുന്നത് ഈ പൊരിമുഖത്തുനിന്ന് മണലെടുക്കാനായിട്ട്. അവിടെ ഇവർ IRELനെ കൊണ്ടുവരികയാണ്. IRELനെ അവരെ കൊണ്ടുവന്നിട്ട് 50-50 എന്ന് പറഞ്ഞിട്ട് ഷെയർ ചെയ്ത് എടുക്കുകയാണ്. അങ്ങനെ ഇവര് ഷെയർ ചെയ്തിട്ട് ഇവര് ചെയ്യുന്നത് എന്താ,
ഇവരുണ്ടാക്കിയ എഗ്രിമെന്റിൽ ഇവർ പറഞ്ഞു IREL വേർതിരിച്ചെടുക്കുന്ന ഇൽമനേറ്റ് മുഴുവൻ KMML തരണമെന്ന് പറഞ്ഞു. പക്ഷേ KMML ഭാഗികമായി കൊടുത്തിട്ട് കൂടുതലായിട്ട് ഇവർ ഇവിടുന്ന് 300 ലോഡ് ഇവിടെ കണ്ണു നടക്കുമ്പോൾ 300 ലോഡ് വരെ ഇതേ ബില്ല് പരിശോധിച്ചാൽ അറിയാൻ പറ്റും ഈ CMRലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എന്നിട്ട് CMRൽ നിന്നും വിദേശത്ത് അവർ കൊടുക്കുന്ന വിലയ്ക്ക് KMML വാങ്ങിക്കുകയാണ്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ തകർന്നു പോണതിന്റെ കാര്യം ഇതാണ്. ശരിയാണ്, അത് താങ്കൾ പറഞ്ഞത് ശരിയാണ്. അതിനെ പക്ഷേ കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സുരേഷ്. ആ കോടതി വിധിന്യായത്തിൽ ഇത് അംഗീകരിച്ചിരിക്കുകയാണ്. കാരണം CMRL ഈ റുക്ടൈൽ ഉണ്ടാക്കിയിട്ട് തിരിച്ച് ഈ കമ്പനിക്ക് തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ അത് ഉയർന്ന വിലയ്ക്കുമാണ്. പക്ഷേ CMRLന് കുറഞ്ഞ വിലയ്ക്ക് ഇൽമനേറ്റ് കിട്ടുന്നതിനെ കോടതി വിധിയിൽ ന്യായീകരിച്ചിരിക്കുകയാണ്. വിദേശത്ത് നിന്നാണെങ്കിൽ അവർക്ക് ഉയർന്ന വിലയ്ക്കാണല്ലോ കിട്ടുന്നത്, ഇവിടെ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നു, അങ്ങനെ വാങ്ങിച്ചു കൂടായികയില്ലല്ലോ എന്നാണ് കോടതി ചോദിക്കുന്നത്. സാറേ, ഇതിന്റെ ആത്യന്തിക ലാഭം ഉണ്ടാക്കുന്നത് പൊതുമേഖലാ സ്ഥാപനമാണോ സ്വകാര്യ കമ്പനിയാണോ? സ്വകാര്യ കമ്പനി. സ്വകാര്യ കമ്പനിക്ക് ലാഭം ഉണ്ടാക്കുന്ന രീതിയിൽ ഇവിടെ പ്രവർത്തിക്കുന്ന ഇവിടുത്തെ പൊളിറ്റീഷ്യന്മാരല്ലേ സാറേ? ഇപ്പൊ ഞങ്ങൾ കൊടുത്ത കേസ് ഞങ്ങൾക്ക് എന്ത് രാഷ്ട്രീയമാണ്? ഇവിടെ ഒരുപാട് രാഷ്ട്രീയ കക്ഷികൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്, ഞങ്ങളെ സഹായിക്കുന്നവർ. അവര് പ്രത്യക്ഷത്തിൽ പുറത്തു വരാതെ നിന്ന് ഞങ്ങളെ സഹായിക്കുന്നുണ്ട് ഞങ്ങളുടെ സമരവുമായി ബന്ധപ്പെട്ട്. ശരിയാണ് സുരേഷ്, താങ്കൾ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. പക്ഷേ നീതി തേടി എവിടെ പോകും സുരേഷ്? നീതി തേടി എവിടെ പോകും? ശരി, ഞാൻ നന്ദി. താങ്കൾ ഇത്രയും കാര്യങ്ങൾ പ്രതികരിച്ചതിന് നന്ദി. വരും ദിവസങ്ങളിലും വിളിക്കാം. താങ്കൾ ഇന്ന് കൂടുതൽ വിവരങ്ങൾ കിട്ടേണ്ടതുണ്ട്. ശ്രീജിത്ത് പണി